സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പോഴത്തെ രീതി കൂടെ നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമായിട്ട് പഠിക്കരുത്. നിങ്ങൾ എന്തായാലും വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസോടൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ബോർഡിൽ ചെയ്തേക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നോണം, നല്ലപോലെ ചെയ്യണം. ഒത്തിരി സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷേ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നിങ്ങൾക്ക് പഠിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കാം. എല്ലാ രീതിയിൽ കൂടെയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. മീൻസ് നമ്മുടെ ക്ലാസ്, നോട്ട്സ്, ഈക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. y is equal to e raised to x plus e raised to minus x. Show that dy by dx is equal to root of y square minus 4. ഇതൊരു പ്രൂവ് ദാറ്റ്. ഇപ്പം മിക്കപ്പോഴും ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ആൾക്കാർ കേട്ടോ. അല്ല, വെറും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് മാറ്റി ആൻസറിന് ഇങ്ങനെ എത്തിക്കണം. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്, ഇങ്ങനെ എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എക്സിനെ ഒന്ന് കണ്ടുപിടിക്കാം. എല്ലാവർക്കും വൈ നോക്കിക്കേ വെച്ചുകൊണ്ട് ഡി വൈ എക്സിനെ കണ്ടുപിടിക്കാനൊക്കെ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് ഫസ്റ്റ് ടൈം ആരാ ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ഇ റൈസ് ടു എക്സ് പ്ലസ് ഇട്ടു. ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ വരുമ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സും ഒരു മൈനസ് വണ്ണോടെ വരും. ആൻസർ വരുമ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതാ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് എന്താണ് ഈ ഡി വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് 4 ഈക്വൽ ആണെന്ന് ഷോ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം വൈ സ്ക്വയർ മൈനസ് 4 കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ ഈ ഡി വൈ എക്സ് ഇതുമായിട്ട് ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനെ മാത്രമാണ് കേട്ടോ. റൂട്ട് ചുമ്മാതിട്ട് വരണ്ട, ലാസ്റ്റ് റൂട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 4, വൈ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, വൈ ഇത്രയാണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 4. ഓക്കെ ആണല്ലോ. That is in the form of a plus b the whole square, a square plus 2ab plus b square. Okay, അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഹോൾ സ്ക്വയർ ശരിയാണല്ലോ, പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 4. അതൊക്കെ ഓക്കെ ആയി, കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4 നോക്കി എഴുതി. That is equal to e raised to x the whole square plus 2 plus e raised to minus x the whole square minus 4. കാര്യം പിടി കിട്ടിയായിരുന്നു. ഇടയ്ക്ക് ഒരു ടേമിനെ കണ്ട 2 എന്ന് മാത്രം എഴുതി. e raised to x ഇൻറ്റു e raised to minus x, e raised to x ഇൻറ്റു e raised to minus x എന്ന് പറഞ്ഞാൽ e raised to x plus minus x. ആൻസർ e raised to 0 1 ആയി പോകും കേട്ടോ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 2. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ കൂടെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാം, നമുക്ക് നോക്കാം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 1 ആയി കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 1 2 ആയി. ഓക്കെ, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അടുത്ത പരിപാടി മനസ്സിലായോ? ഇതൊരു പ്ലസ് 2, ഇതാണ് മൈനസ് 4. 2 മൈനസ് 4 ആരായി? മൈനസ് 2. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് മാറാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ മൈനസ് 2 എന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഇ റൈസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിനെ തിരിച്ചു കൊടുത്തു. നമ്മൾ മുമ്പേ കണ്ടോ ഇ റൈസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ വെറും 2 അല്ലേ ഉള്ളൂ. 2 ഇൻറ്റു 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 1ന് പകരം ഇ റൈസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇപ്പം പിടി കിട്ടും. ഓക്കെ, ഇൻ പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആയി. ഇപ്പോൾ നോക്കിക്കാൻ ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയി കണ്ടോ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ അത് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയി. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിരുന്നു ഇത്രയും. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. വൈ സ്ക്വയർ മൈനസ് 4, വൈയുടെ വാലിൻ്റെ സ്ക്വയർ എഴുതുക, മൈനസ് 4 എഴുതി, എക്സ്പാൻഡ് ചെയ്യുന്നു, മൈനസ് 4 എഴുതി, ഇത് 1 ആവും. ഇ റൈസ് എക്സിൻ്റെ ഇ റൈസ് എക്സ് മൈനസ് എക്സ് 1 ആവുന്നു. 2 ഇൻറ്റു 1 2 ആവുന്നു. 2 മൈനസ് 4 മൈനസ് 2 ആവുന്നു. എന്നിട്ടൊരു 1 അവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇ റൈസ് എക്സ് ഇൻറ്റു ഇ റൈസ് മൈനസ് എക്സ് എന്ന് എഴുതാം. അങ്ങനെ എഴുതിയെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നിട്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ എന്താണ്? വൈ സ്ക്വയർ മൈനസ് 4 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ ഡിവൈഡ്സിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് 4 കൊണ്ട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് 4 ചെയ്യാമെന്ന് പറഞ്ഞാൽ
റൂട്ട് ഓഫ് എന്താണ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. റൂട്ടും സ്ക്വയറൂടെ വന്നാൽ നമുക്കറിയാം വെട്ടി പോകുന്നില്ലയോ. അപ്പോൾ എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇതേണ്ട മോനെ ഡിവൈഡേഴ്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് 4 അത് തന്നെ കിട്ടി. ദാറ്റ് മീൻസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരെ കിട്ടി മോനെ? റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് 4. രണ്ടിൻ്റെ ആൻസേഴ്സ് ഈക്വലായി ഉണ്ടോ? രണ്ടും ആൻസേഴ്സ് ഈക്വലായി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അടിപൊളി ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇത്തിരി ചെയ്ത് ഉടനെ ആൻസർ കിട്ടി വലിയ മാർക്ക് ഇതൊന്നും പ്രതീക്ഷിക്കല്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന മണ്ടത്തരമാണ്. എന്തായാലും നല്ലപോലെ ചെയ്യാൻ നല്ല കഴിവായിട്ടുള്ള രീതിയിൽ കൂടെ പഠിച്ചോ. ഇനിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.